ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉപേസ് പാണക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഡേയിലെ മാർക്കറ്റ്? ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം നമ്മൾ എന്താണോ തമ്പനയിലായിട്ട് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കംപ്ലീറ്റ് വോളട്ടൈലിറ്റി ആയിരുന്നു മാർക്കറ്റിലുള്ളത് അല്ലേ. ഇങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊസിഷൻസിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതിന് ഏറ്റവും എന്താ പറയുക, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഉദാഹരണമാണ് ആ ദിവസം ഞാൻ, അതായത് ഇന്നത്തെ ദിവസം തന്നെ ഞാനിത് വീഡിയോ ചെയ്യുന്നത്, ബട്ട് നാളെ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. സോ ഞാൻ ടെലഗ്രാമിൽ അയച്ചു തന്നിട്ടുള്ള ഞാൻ എടുത്ത ട്രേഡിൻ്റെ സ്ക്രീൻഷോട്ടുകൾ അതിനകത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഞാൻ യൂഷ്വലി ഞാൻ എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഒരുപാട് ആയിരങ്ങൾ ക്വാണ്ടിറ്റികളിലൊന്നും ട്രേഡ് ചെയ്യുന്നൊരു മനുഷ്യനല്ല. അങ്ങനെ ഞാൻ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ ട്രേഡ് ചെയ്യുന്നത് മാക്സ് ടു മാക്സ് ഒരു 500 ക്വാണ്ടിറ്റിയുടെ താഴെയാണ്. സോ ഞാൻ ഈ വോളട്ടൈലിറ്റി മാർക്കറ്റിൽ കാണുമ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നറിയോ, ഒരു 115 ആഡ് ചെയ്യുക, അതിനകത്ത് കഴിഞ്ഞിട്ട് 115 ആഡ് ചെയ്യുക. ഈ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ പൊസിഷൻ ആഡ് ചെയ്യുന്നത്. സോ അറൗണ്ട് 420 ക്വാണ്ടിറ്റിയിലേക്ക് എത്തുമ്പോൾ ഞാൻ എൻ്റെ പരിപാടി പൊസിഷൻസ് ആഡ് ചെയ്ത് നിർത്തി. കാരണം എന്താണെന്നറിയോ, ഹൈലി വോളട്ടൈലാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ആവറേജ് ബൈ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഉത്തരവേ ഉള്ളൂ. വൺസ് മാർക്കറ്റ് ഒരു പോയിന്റിൽ നിൽക്കുന്നു, അവിടുന്ന് മാർക്കറ്റ് ചുമ്മാ ഒന്ന് അനങ്ങി കഴിഞ്ഞാൽ തന്നെ 10-20 പോയിന്റ് പ്രീമിയത്തിൽ താഴത്തേക്ക് വരികയാണ്. സോ ഞാൻ എടുക്കുന്ന 300 ക്വാണ്ടിറ്റി ഫസ്റ്റ് ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് ഹ്യൂജ് ആയിട്ടുള്ള ലോസിലേക്ക് തന്നെ കൊണ്ടുപോകും. സോ ഞാൻ എന്ത് ചെയ്തു, 150 എടുത്തു. എഗെയിൻ മാർക്കറ്റ് താഴത്തേക്ക് വന്നു, അവിടെ വെച്ചിട്ട് 150 എടുത്തു. എഗെയിൻ നാളെ മുതൽ ഇത് നിങ്ങൾ ചെയ്യണം എന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്ക് ഇത്രയേ ഉള്ളൂ. മാർക്കറ്റിലുള്ള കണ്ടീഷൻ എന്താണോ, മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ എന്താണോ, അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ആവുക എന്നുള്ളതാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ക്രക്സ് എന്ന് പറഞ്ഞാൽ. ആൻഡ് അതുപോലെ തന്നെ മാർക്കറ്റിലെ മൊമെൻറ്റം എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, വൺസ് മുകളിലേക്ക് പോയി അതേപോലെ ഷാർപ്പായിട്ട് റിവേഴ്സ് ആയിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ട്രേഡർ എന്നുള്ള നിലയിൽ നിങ്ങൾ അപ്പം ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാം. ഓക്കെ, ഞാനൊരു സ്കാൽപ്പർ ആവുകയാണ്, എല്ലാ ദിവസവും എനിക്ക് 100 പോയിന്റിന് വേണ്ടി കാത്തിരിക്കാൻ പറ്റില്ല. ഇന്നത്തെ കേസിൽ എനിക്ക് ഫസ്റ്റ് ട്രേഡിൽ കിട്ടിയിട്ടുണ്ട്, ബട്ട് ഞാൻ ആക്ച്വൽ ഫസ്റ്റ് എൻട്രി എടുത്ത സ്ഥലത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് ഒരു 60 പോയിന്റേ വന്നിട്ടുള്ളൂ ഫസ്റ്റ് എൻട്രി. ബട്ട് ഏറ്റവും ലോവസ്റ്റ് എൻട്രി പോയിന്റിൽ വന്നപ്പം എനിക്ക് ഓൾമോസ്റ്റ് എത്രയായിട്ടുണ്ട്, അത് 100+ പോയിന്റ്സിൻ്റെ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. സോ ആവറേജിങ് ചെയ്യാനല്ല കേട്ടോ ഞാൻ ഇപ്പോഴും പറയണം. നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആവറേജിങ്ങിനെ കുറിച്ച് ആലോചിക്കാനേ പാടില്ല. മാർക്കറ്റിൻ്റെ മൊമെൻറ്റം ഇങ്ങനെയാകുമ്പോൾ, മാർക്കറ്റിൽ വോളട്ടൈലിറ്റി ഇത്ര ഹൈ ആകുമ്പം നമ്മൾ പൊസിഷൻസിനെ മാനേജ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ഞാൻ സെക്കൻഡ് ട്രേഡ് ആണെന്നുണ്ടെങ്കിലും സ്കാൽപ്പാണ്. അതെന്ത് ചെയ്തു, ഫസ്റ്റത്തും അല്ല, അതിന് മുമ്പ് ഞാൻ താഴത്തേക്കുള്ള ഒരു ഫോളോ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ആ ഒരു മുകളിലേക്കുള്ള റൈസും ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ റേഞ്ചിൻ്റെ മുകളിൽ ട്രേഡ് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ചാർട്ടിലേക്ക് പോകുമ്പോൾ നോക്കാം, നമ്മുടെ ഡിസ്കഷൻ എന്തായിരുന്നു എന്നൊക്കെ നോക്കാം. സോ പറഞ്ഞു വന്ന കേസ്, അത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്ന ട്രേഡുകൾ എൻ്റെ ക്വാണ്ടിറ്റി ഞാൻ ചെറുതായി കൊണ്ടുവരികയാണ്. എന്നിട്ട് ആ ക്വാണ്ടിറ്റിനെ ഹൈഡ് ചെയ്യാണ്ട് പോലും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് എന്തിനാണെന്നറിയോ, ഇങ്ങനെയാവണം ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ കാര്യം നിങ്ങൾക്ക്? സോ മാർക്കറ്റ് എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. മാർക്കറ്റ് ഹൈലി വോളട്ടൈൽ ആയിട്ടുള്ള കണ്ടീഷൻസ് വരും. സോ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മളെ മാനേജ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മാർക്കറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ തയ്യാറാക്കി എടുക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് ആയിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ആൻഡ് ഞാൻ നാളെ തന്നെ, യൂഷ്വലി ഞാൻ ഞായറാഴ്ചകളിലാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാറ്, ഞാൻ നാളെ തന്നെ ഈ ഒരു വീഡിയോനെ പോസ്റ്റ് ചെയ്യും. നിങ്ങൾ ചാർട്ടിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ, പ്രൈസിൻ്റെ ബിഹേവിയർ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ വീക്ക്ലി അനാലിസിലേക്ക് പോകുന്നുണ്ട്, ലൈവ് ഡെയിലി അനാലിസിലേക്ക് പോകുന്നുണ്ട്, പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്തുകൂടെ ചെയ്യുന്നുണ്ട്, ഇൻട്രാഡേ അനാലിസിസ് കൂടി ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ പ്രോപ്പറായിട്ട് ഈ കാര്യങ്ങൾ ചാർട്ടിൽ കാണാൻ പറ്റുന്നുണ്ടോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊന്ന് വായിക്കുക. ആൻഡ് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സോ സമയം കൂടാതെ വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയായിരുന്നു ഇന്ന് നമ്മുടെ ഡിസ്കഷൻ, എങ്ങനെയൊക്കെയായിരുന്നു അത് മാർക്കറ്റിൽ അപ്ലൈ ആയിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക്. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലാണ്. നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിൽ നമുക്കിന്ന് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, മാർക്കറ്റ് നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത ലെവലിൻ്റെ മുകളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലെറ്റ്സ് സേ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് അല്ലേ. ഈ ഒരു പോയിന്റിലേക്കായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയി, ഇമ്മീഡിയറ്റ് ആയിട്ട് ഷൂട്ടായി, എന്നിട്ട് ആ റേഞ്ചിൻ്റെ ഉള്ളിലേക്ക് തന്നെ വന്നു. ആൻഡ് ആ ഒരു റേഞ്ചിൽ നിന്നിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് ട്രേഡ് വന്നിട്ടുള്ളത് ഈ ഒരു പോയിന്റിലായിരുന്നു കേട്ടോ. ഇവിടെ വെച്ചിട്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ട് ട്രേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ലെവൽ തന്നെയാണ് ഇത് ഉത്തരം എന്ന് പറയുന്നത്. ഇത് മാർക്കറ്റിന് റെസിസ്റ്റൻസ് പോയിന്റ് ആണ്, 50-500 എന്നുള്ള പോയിന്റ്. ആൻഡ് അതിനുള്ളിൽ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്തു. ഈ ഒരു പോയിന്റിലെങ്ങാണ്ടോ അതോ ഈ ഒരു പോയിന്റിലെങ്ങാണ്ടോ വെച്ചിട്ടാണ് ഞാൻ അതിനെ കട്ട് ചെയ്യുന്നത്. ഒരുപാട് സമയം ഞാൻ നിന്നിട്ടില്ല, നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് അതിനകത്ത് കാണാൻ പറ്റി.
ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരുന്നത്. അത് എന്തുകൊണ്ടാണ് എന്താണത് പറയാനായിട്ടുള്ള കാര്യം. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബേസ് ആണിത്. ഈ ഒരു ബേസിൻ്റെ സ്റ്റാർട്ടിങ് എവിടെ നോക്കി, ഇന്നലത്തെ ഈ ഒരു ബ്രേക്ക് ഔട്ട് ലെവലാണ്. ഈ ഒരു ബ്രേക്ക് ഔട്ട് ലെവലാണ് മാർക്കറ്റ് എന്താക്കുന്നത്, ഇന്ന് ഈ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ട് മുകളിലേക്ക് പോകുന്നത്. ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എന്താ ചെയ്യുന്നത്, പ്രോപ്പറായിട്ടൊരു റിവേഴ്സൽ ക്യാൻഡിൽ തന്നെയാണ് മാർക്കറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ ഒരു പോയിന്റിലൊന്നും ഞാൻ എൻ്റെ ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ. എഗെയിൻ ഇവിടെ വന്ന് ഈ ഒരു ലോവിൻ്റെ താഴത്തേക്ക് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഇവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ ക്വാണ്ടിറ്റിനെ ആഡ് ചെയ്യുന്നത്. ഇവിടെയല്ല, സോറി, ഈ ഒരു ബ്രേക്ക് ഔട്ടിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് എൻ്റെ ക്വാണ്ടിറ്റിനെ ആഡ് ചെയ്യുന്നത്. ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നു. ബട്ട് ഈ ഒരു താഴ്ചയിൽ തന്നെ എന്താവുന്നുണ്ടെന്നറിയോ, നല്ല രീതിയിൽ പ്രീമിയം താഴത്തേക്ക് വരുന്നുണ്ട്. ബട്ട് ഈ ഒരു താഴ്ചയിൽ നല്ല രീതിയിൽ കുറച്ച് അത്യാവശ്യം മോശമില്ലാത്ത ഡിസ്കൗണ്ട് പ്രൈസിൽ എനിക്ക് കിട്ടി. ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ള എൻ്റെ ക്വാണ്ടിറ്റി ഞാൻ ആഡ് ചെയ്തു. ആൻഡ് 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ എൻ്റെ ക്വാണ്ടിറ്റിനെ ഫസ്റ്റത്തെ ട്രേഡിൽ, അതായത് ഈ ഒരു റിവേഴ്സൽ കഴിഞ്ഞിട്ടുള്ള ട്രേഡിൽ ഇവിടെ ആഡ് ചെയ്യുന്നത്. ആൻഡ് അതിന് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് കഴിഞ്ഞത് ഞാനെടുത്ത ട്രേഡിൻ്റെ ഇത് പറയണയല്ല, ഇതിനകത്ത് ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. 10:33 ഞാൻ നിങ്ങളുടെ മെസ്സേജ് അയക്കുന്നത് 52,350 ആൻഡ് 2,222 ആണ് പറഞ്ഞിട്ടുള്ളത് താഴത്തേക്ക്. 2,222 എന്ന് പറയുന്ന ലെവൽ വരുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റിന് എന്താക്കാൻ പറ്റിയിട്ടില്ല, സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ലെവലിനെ കുറിച്ചിട്ട് ആലോചിക്കേണ്ട. 350 എന്നുള്ള ലെവൽ നമ്മൾ ഇന്നലെ മാർക്കറ്റ് അനാലിസിസ് പറഞ്ഞിട്ടുള്ള ലെവലാണ്. ഈ ഒരു ലെവലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് ആ ഒരു ലെവൽ ചൂസ് ചെയ്തെന്ന് വെച്ചാൽ, നിങ്ങൾ നോക്കിയേ, റിവേഴ്സൽ വരുന്നു, എഗെയിൻ റിവേഴ്സൽ വരുന്നു. സോ 2 പ്രാവശ്യം മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തു. പ്രീവിയസ്ലി മാർക്കറ്റിൽ എന്താ ഉണ്ടായിട്ടുള്ളത്, ഈ ഒരു പോയിന്റ് തന്നെയാണ് ഫോൾ ഉണ്ടായിട്ടുള്ളത്. സോ ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് റോക്കറ്റ് ആവും എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ. സോ ഇവിടുന്ന് ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു മേജർ ട്രേഡ് എന്ന് പറയുന്നത്. ഇത് തന്നെയായിരുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 മിനിറ്റ് മാത്രം ഇന്നിട്ടുള്ള ട്രേഡാണ്. ബട്ട് ഞാൻ എൻ്റെ മേജർ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു ട്രേഡ് തന്നെയാണ്. സോ ഇതിന് ശേഷം മാർക്കറ്റ് എന്തായി, സിമ്പിളായിട്ട് ബ്ലാസ്റ്റ് ആയിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. ആൻഡ് സെക്കൻഡ് തിങ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, BN ബ്രേക്ക് ഡൗൺ ഒൺലി ബിലോ 52,480. 52,480യുടെ താഴെയാണ് BNലെ ബ്രേക്ക് ഔട്ട് ലെവൽ ഉണ്ടാവുക എന്നുള്ളത്. എവിടെയാണ് 52,480 എന്നുള്ള ലെവൽ ഉണ്ടായിട്ടുള്ളത്, ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. ഏകദേശം 52,480 എന്നുള്ള ലെവൽ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ലെവലിലാണ്. 52,480. 52,480ൻ്റെ താഴെ എങ്ങനെ ഉണ്ടാവണം എന്നാണ് ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുള്ളത്. ഒരു ക്യാൻഡിൽ ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്യണമെന്ന്. എ ക്യാൻഡിൽ സസ്റ്റെയിൻസ് ബിലോ ദിസ് ലെവൽ അല്ലേ. സോ 11 മണിക്കാണ് ഞാനത് പറയുന്നത്. ഏകദേശം ഈ ഒരു ലെവലിൽ വെച്ചിട്ടാണ് ഞാനത് പറയുന്നത്. ഇവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ആൻഡ് അതിനുശേഷം മാർക്കറ്റ് താഴത്തേക്ക് വന്നൊരു വീഴ്ച നിങ്ങൾ കണ്ടോ. ഈ ട്രേഡ് ഞാൻ എടുത്തു വെച്ചാൽ, ഓഫ് കോഴ്സ് ഞാൻ ചെറിയ ട്രേഡ്, ഞാനത് ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് അതും ഈ ഒരു പോയിന്റിലേക്ക് ആകുമ്പോഴേക്കും ഞാനത് കട്ട് ചെയ്ത് മാറിയിട്ടുണ്ട്. പ്രൈസിനെ നമ്മൾ വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാനെടുത്ത ട്രേഡിൻ്റെ വലിയ വർത്തമാനം പറയണത് ഒന്നുമല്ല, നിങ്ങൾ പ്രൈസിനെ വായിക്കാനായിട്ട് ശ്രമിക്കുക. സോ നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറഞ്ഞാൽ, ഇന്ന് പോയിട്ട് ചാർട്ടിൽ നോക്കിയിട്ട് എങ്ങനെയാണ് പ്രൈസ് തലേ ദിവസം സപ്പോർട്ടിലും തലേ ദിവസം റെസിസ്റ്റൻസിലും മാർക്കറ്റ് ആക്ട് ചെയ്യുന്നത്, തലേ ദിവസം ഒരു സൂപ്പർ റിക്കവറി ഉണ്ടായതിനു ശേഷം എന്താണ് മാർക്കറ്റിൻ്റെ ആക്ഷൻ, ആൻഡ് അതുപോലെ തന്നെ ഓൾ ടൈം ഹൈയിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ എന്താണ് മാർക്കറ്റിൻ്റെ ആക്ഷൻ എന്നുള്ളതാണ് നിങ്ങൾ സിമ്പിളായിട്ട് നോക്കേണ്ട കാര്യം. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അനാലിസിലേക്ക് പോകുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളോട് എനിക്ക് പറയാനുണ്ട്. ആൻഡ് ഓക്കെ, ഇങ്ങനെയായിരുന്നു നമ്മളുടെ ഇന്നത്തെ ലൈവ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്, ഡിസ്കഷൻ ഉണ്ടായിരുന്നത്. നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത് ഗ്യാരണ്ടി ആയിട്ടുള്ള കാര്യമാണ്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് നമ്മുടെ വീക്ക്ലി അനാലിസിലേക്ക് പോകാം. അതിന് പോകുന്നതിനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിനെല്ലാം തന്നെ ലൈക്ക് നമ്മുടെ ഡ്രോയിങ്സിനെ നമുക്ക് ഹൈഡ് ചെയ്ത് നോക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ ആഴ്ചകളിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നൊരു പോയിന്റ് എന്തായിരുന്നു അറിയാം, ഒരു പോയിന്റിൽ പോലും മാർക്കറ്റിൽ എന്താവാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ഈ ഒരു പോയിന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടുന്ന് മാർക്കറ്റ് അപ്പം അതിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ബ്രേക്ക് ഔട്ട് ലെവലിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8ാമത്തെ ആഴ്ചയാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത് അറിയാം, ഈ ലോയിനെ പ്രൊട്ടക്ട് ചെയ്ത് മുകളിലായിട്ട് ക്ലോസ് തന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ഓഫ് കോഴ്സ് ഈ ലോയിൻ്റെ താഴത്തേക്ക് വരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, ഈ ലോയിൻ്റെ താഴത്തേക്ക് വരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നമുക്ക് ഒരു റിവേഴ്സൽ സിഗ്നലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇൻഫാക്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അനാലിസിസ് എനിക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ ഈ ഒരു ചാർട്ടിൽ, നമ്മൾ വീക്കിലി ചാർട്ടിലാട്ടോ, നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് പോയിട്ടൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടുന്ന് ഈ ഒരു പോയിന്റ് ഒന്ന് ഞാൻ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊരു നെഗറ്റീവ് ക്യാൻഡിലാണ്. ഇതിൻ്റെ ലോയിനെ മാർക്കറ്റ് എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് കയറി അല്ലേ. ബട്ട് ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തു, മുകളിലേക്ക് കയറി പോകുന്നതായിട്ട് കാണാൻ പറ്റി. ആൻഡ് എഗെയിൻ ഇതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്, ആൻഡ് എഗെയിൻ ഇതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്, എഗെയിൻ ഇതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. ഈ ഇൻഡിസിഷൻ ക്യാൻഡിലെ ലോയിനെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇവിടെ വെച്ചിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, ഷാർപ്പായിട്ട് നമുക്കൊരു മൂവ് കിട്ടി. ആൻഡ് അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ മാർക്കറ്റ് ഷാർപ്പായിട്ട് നമുക്കൊരു മൂവ് വന്നു. ആൻഡ് ഇതിൻ്റെയും ആൻഡ് ഇതിൻ്റെ താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അത്യാവശ്യം മോശമില്ലാത്തൊരു മൂവ് നമുക്ക് തന്നു. ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിൻ്റെ ലോയിനെയും മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല.
ആൻഡ് അതുപോലെ തന്നെ ഇവിടെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ലോയിനെയും മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. ബട്ട് ഈ ഒരു ക്യാൻഡിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ നോക്കി, മറ്റുള്ള ബാക്കിയുള്ള ക്യാൻഡിൽ പോലെ ഒരു ലോങ് ടൈലുള്ള ക്യാൻഡിലല്ല ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സോ ഈ ഒരു ലെവലിനെ മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു മൊമെൻറ്റത്തിനുള്ള സാധ്യതയുണ്ട്. പ്രൈസിനെ ബിഗർ ടൈം ഫ്രെയിമിൽ, അതായത് മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമിൽ പ്രൈസിനെ എങ്ങനെ വായിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എഗെയിൻ നമ്മൾ നിഫ്റ്റിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കളി ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണ്, ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പ്രൈസിനെ കാണാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റി എന്താവുന്നുണ്ട്, ഒരു സൂപ്പർ സ്ട്രോങ് ക്ലോസ് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് അല്ലേ. സോ ഇവിടെ നമുക്ക് അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട് എന്ന് പറഞ്ഞ പരിപാടി നമ്മൾ നിഫ്റ്റിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയേണ്ടിയിരിക്കുന്നു. കാരണം നിഫ്റ്റി നമുക്ക് സൂപ്പർ ബുള്ളിഷ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇൻഫാക്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നിഫ്റ്റിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. നിഫ്റ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്, ഒരു ദിവസം പോലും ഇതിൻ്റെ, അതായത് പ്രീവിയസ് ഡേ ലോയിൻ്റെ താഴത്തേക്ക് മാർക്കറ്റിന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഓഫ് കോഴ്സ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിലിനെ നിങ്ങൾ കവർ ചെയ്ത് ഒഴിവായി കഴിഞ്ഞാൽ ഇതെന്താണ്, ഇത് നമ്മുടെ എന്താ പറയുക, ഞാനതിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് വിശ്വസിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഈച്ച് ആൻഡ് എവറി ഡേ മാർക്കറ്റ് എന്ത് ചെയ്യാണ്, ലോയിനെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് ഇവിടെ ഗ്യാപ് ഡൗൺ ആയി എഗെയിൻ ക്ലോസ് വന്നിട്ടുള്ളത് മുകളിൽ തന്നെയാണ്. എഗെയിൻ മാർക്കറ്റ് താഴത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്, ക്ലോസ് വരുന്നത് മുകളിൽ തന്നെയാണ്. സൂപ്പർ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിലും ക്യാൻഡിൽ ക്ലോസും നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ കഴിഞ്ഞ മാർക്കറ്റ് അനാലിസിൽ പറഞ്ഞിട്ടുള്ള സെയിം പോയിന്റ് തന്നെയാണ്. 24,200 എന്നുള്ള പോയിന്റ് താഴെ മാത്രമേ അഗ്രസീവ് സെല്ലിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് എവിടെ വരുന്നുള്ളൂ, നിഫ്റ്റിയിൽ വരുന്നുള്ളൂ എന്നുള്ളതാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞാൻ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണ് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ എന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് അത്ര ഒരു ബുള്ളിഷ്നെസ് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 52,000 എന്ന് പറയുന്നത് നിയറസ്റ്റ് ലെവലാണ്. എന്താണ് ഈ 52,000 അല്ലെങ്കിൽ 51,800 നമുക്ക് വാച്ച് ചെയ്യാം. 51,800 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. ഈ ഒരു ലെവലിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇപ്പം ഇവിടെയാണ് 51,800 എന്നുള്ള ലെവൽ വരാൻ പോകുന്നത് അല്ലേ. 51,800 എന്നുള്ള ലെവൽ വരാൻ പോകുന്നത് ഏകദേശം ഈ ഒരു ലെവലാണ്. ബട്ട് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഡ്രോ ചെയ്യാം 51,800 എന്നുള്ള പോയിന്റിനെ. 51,800 എന്നുള്ള പോയിന്റിൻ്റെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതാണ്. 51,800 പോയിന്റ്, 1 സെക്കൻഡ്. ഓക്കെ, ഇതാണ് 51,800 എന്നുള്ള പോയിന്റ്. ഈ 51,800 എന്നുള്ള പോയിന്റ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇവിടുന്ന് മാർക്കറ്റിൽ എന്തായിട്ടുണ്ട്, റിജക്ഷൻ വന്നിട്ടുണ്ട്. എഗെയിൻ ഇവിടെ മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. എഗെയിൻ ഈ ഒരു പോയിന്റ് നിന്നാണ് ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ടുള്ളത്. എഗെയിൻ ഈ ഒരു പോയിന്റ് നിന്നാണ് മാർക്കറ്റിൽ ലാസ്റ്റ് ഡേയിൽ ആ ഒരു ഹ്യൂജ് ബൈങ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു റേഞ്ച് നമ്മളെ സംബന്ധിച്ച് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ലെവലിൻ്റെ താഴെ സസ്റ്റെയിൻ ആയി കഴിഞ്ഞാൽ മാത്രമേ ഫ്യൂച്ചേഴ്സിലൊക്കെ എന്താ പറയുക, ഇൻട്രാഡേ അല്ലാത്ത കാര്യം ഞാൻ പറഞ്ഞു, പൊസിഷനിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ പേടിക്കണം എന്നുണ്ടെങ്കിൽ, ബിഗ് പ്ലെയേഴ്സ് ഷോർട്ട് കവറിങ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഷാർപ്പായിട്ടുള്ള ഷോർട്ട് കവറിങ്ങുകൾ നമുക്ക് ഈ ഒരു അൺവൈൻഡികൾ നമുക്ക് ഈ ഒരു ചാർട്ടിൽ കാണാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് സിമ്പിളായിട്ട് നമ്മൾ പ്രൈസ് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഞാൻ വീണ്ടും ഇതിനെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഞാൻ നമുക്കൊരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ മാർക്കറ്റ് എന്താവുന്നുണ്ട്, ഒന്ന് മുകളിലേക്ക് പോകാൻ ശ്രമിച്ചു, ഇവിടെ ഒരു ലോ ഉണ്ടാക്കി, എഗെയിൻ ഒന്ന് മുകളിലേക്ക് പോകാൻ ശ്രമിച്ചിട്ട് ഈ ഒരു ലോയിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് മാർക്കറ്റ് വരികയാണ്. ബട്ട് ഈ ഒരു ലോ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ 1, 2, 3 പ്രാവശ്യം മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, 52,000 എന്നുള്ള ഈ നിയറസ്റ്റ് റേഞ്ചിനെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ, നമുക്ക് പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ ഒരു 200 പോയിൻറ്റ്സ് എവേയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മളുടെ ക്രൂഷ്യലായിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റിന് അപ്രോച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഫർദർ ആയിട്ടുള്ള മൂവ് നമുക്ക് ഇവിടെ കാണാനായിട്ടുള്ള സാധ്യത ഈസ് വെരി ഹൈ ആണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നമുക്കൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ HDFC ബാങ്കിൽ കഴിഞ്ഞ എത്ര ദിവസമായിട്ട് നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിൽ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, കൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് എടുക്കാം, ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് എടുക്കാം. ബട്ട് മാർക്കറ്റ് നിൽക്കുന്നത് 1,600 എന്ന് പറഞ്ഞിട്ടുള്ള പ്രീവിയസ് ആയിട്ടുള്ള ബ്രേക്ക്ഔട്ട് ലെവലിൻ്റെ തൊട്ട് താഴെയാണ്. ഈ 1,600 നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അനാലിസിൽ മിനിഞ്ഞാത്ത മാർക്കറ്റ് അനാലിസിൽ നോക്കിയാൽ മതി. ഇവിടെ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുള്ളത്. ഇനി മാർക്കറ്റ് ഇവിടുന്ന് താഴത്തേക്ക് 1,600 താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1,560 എന്ന് പറഞ്ഞ പോയിന്റിൽ മാത്രമേ മാർക്കറ്റിന് അടുത്തൊരു സപ്പോർട്ട് വരാൻ പോകുന്നുള്ളൂ. അതിന് മുമ്പ് മാർക്കറ്റ് ചെറിയ സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ എടുത്തേക്കാം. ബട്ട് ഞാൻ ഓവറോൾ പറയാൻ വന്ന കാര്യം, ഇനി എഗെയിൻ ICICI ബാങ്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്താ കാണാൻ പറ്റുന്നത്, സൈൻ ഓഫ് വീക്ക്നെസ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. ഇൻഫാക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബേസിൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ബട്ട് സൈൻ ഓഫ് വീക്ക്നെസ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. എഗെയിൻ കൊട്ടക് മഹീന്ദ്രയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊട്ടക് മഹീന്ദ്രയിലും കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം സൈൻ ഓഫ് വീക്ക്നെസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എഗെയിൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ICICI ആക്സിസ് ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാങ്ക് മാത്രമാണ് ഒരു എന്താ പറയുക
അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് പെർഫോം ചെയ്യുന്നത്. ബാക്കിയുള്ളിടത്തെല്ലാം തന്നെ എന്താ കാണിക്കുന്നത്, സൈൻ ഓഫ് വീക്ക്നെസ് തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ ഇൻഫീലും ഇൻഫീഡൊന്നും കഥ പിന്നെ പറയാണ്ടിരിക്കാൻ നല്ലത്. TCSൻ്റെ ഇന്നലത്തെ റിസൾട്ട് നിങ്ങൾ ആരെങ്കിലും നോക്കിയായിരുന്നോ? പ്രോപ്പറായിട്ടുള്ള വീക്ക്നെസ് കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് നമ്മുടെ മാർക്കറ്റിൽ നടക്കുന്നത്, എന്താണ് നമ്മുടെ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്ത് പോകുന്നത് എന്നുള്ളത് നമുക്ക് പടച്ചവന് സത്യം എനിക്കറിയാൻ കിട്ടുന്നില്ല. ആൻഡ് ആളെ കൊല്ലുന്ന വോളറ്റാലിറ്റിയാണ് മാർക്കറ്റിൽ കിടക്കുന്നത്. ആൻഡ് നിങ്ങൾ ഒരു എന്താ പറയുക, TCSൻ്റെ റിസൾട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പോലും പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ റിയാലിറ്റി എന്നുള്ളതൊന്നും സത്യം പറഞ്ഞാൽ ആലോചിച്ചിട്ടൊരു പിടുത്തം കിട്ടില്ല. ഇന്നലെ വന്ന പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ മൊത്തത്തിൽ എന്താണ് TCS കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിഫ്റ്റിയിൽ ബെയറിഷ് ആവുന്ന കാര്യത്തിൽ കുറച്ച് പ്രശ്നമാണെന്ന് പറഞ്ഞത്. അത് മാത്രമല്ല, ഇവിടെ എന്തായിട്ടുണ്ട്, റിലയൻസും പ്രോപ്പറായിട്ടുള്ളൊരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ റിലയൻസ് നമുക്കൊരു അപ് ട്രെൻഡിൽ ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിലയൻസ് വീണ്ടും മുകളിലേക്ക് പോകാനായിട്ടുള്ള റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഇതിനകത്തും കാണുന്നത്. ഇൻഫീൽ അത്രയും വലിയൊരു മൂവ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് TCSലും ഉണ്ടായിട്ടുണ്ട്. ഇവിടെയും എന്താണ്, ഇവിടെ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തപ്പോൾ ഷാർപ്പായിട്ടുള്ള മുകളിലേക്ക് ഒരു മൂവ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചയിലേക്ക് താഴത്തേക്കുള്ള നമ്മുടെ ട്രേഡുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഫിൻനിഫ്റ്റിനെയോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് നിഫ്റ്റിനെ ചൂസ് ചെയ്യാം. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഒരു ക്യാൻഡിൽ ക്ലോസ്, ഒരു പ്രീവിയസ് ക്യാൻഡിലെ താഴെ ക്ലോസ് കിട്ടുന്നത് വരെ നിഫ്റ്റിയിൽ ഓവർ അഗ്രസീവ് ആവാണ്ടിരിക്കുക ഷോർട്ട് റേറ്റിലേക്ക് വരുന്ന പോയിന്റിൽ. ആൻഡ് നല്ല രീതിയിലുള്ള വോൾട്ടാലിറ്റി മാർക്കറ്റിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ചെറിയ ക്വാണ്ടിറ്റിയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ ട്രേഡുകളെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി എന്താണ് 50 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ ഒരുപാട് വലിയ അനാലിസിസ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയാം. നമുക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. പറഞ്ഞ ഇത്രയും ഞാൻ വായിട്ടളച്ചത് നമുക്ക് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി നാളത്തേക്ക് എന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് മാർക്കറ്റിൽ ലാസ്റ്റ് വന്നിട്ടുണ്ടാക്കിയിട്ടുള്ള സപ്പോർട്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്. അതായത് 24,480 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റാണ് മാർക്കറ്റിൽ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള സപ്പോർട്ട് പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് നിയറസ്റ്റ് ആയിട്ടുള്ള ലെവൽ ബ്രേക്ക്ഔട്ടിന് സാധ്യതയുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ 540 എന്നുള്ള ഈ ഒരു ലെവൽ കൂടിയാണ്. സോ ഈ രണ്ട് റേഞ്ചിനെയാണ് ഞാൻ വാച്ച് ചെയ്തത്. ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്കൊരു ടാർഗറ്റായിട്ട് 340 എന്നുള്ള പോയിന്റിനെ നമുക്ക് കാണാൻ പറ്റും. ചെറിയൊരു ടാർഗറ്റിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എയിം ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്തേക്ക് 350 എന്നുള്ള ടാർഗറ്റും ആ ഒരു ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 290 300 എന്നുള്ള ഈ ഒരു ലെവലിലേക്കുള്ള ടാർഗറ്റും നമുക്ക് ഈസി ആയിട്ട് ഓപ്പൺ ആയി വരുന്നതായിട്ട് കാണാൻ പറ്റും. സോ മുകളിലേക്കാണ് ബ്രേക്ക്ഔട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് ഓഫ് കോഴ്സ് ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക. ഫർദർ അതിൻ്റെ മുകളിലേക്ക് ഒന്നുമില്ല, നീലാകാശമാണ്, ട്രയൽ ചെയ്ത് പോകുക എന്നുള്ളതാണ്. വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് അപ്പാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ആയിട്ട് ഗ്യാപ്പ് അപ്പ് ഉണ്ടായതിനു ശേഷം ഒന്ന് താഴെ വന്നിട്ട് ഈ ഒരു 540 എന്നുള്ള ലെവലിൽ മാർക്കറ്റ് എങ്ങനെ റിവേഴ്സ് ആവുന്നു, എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക. അതുപോലെ തന്നെയാണ് ഗ്യാപ്പ് ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് ഇവിടെ എന്തെങ്കിലും നെഗറ്റീവ് സിനാരിയോസ് കാണിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ബ്രേക്ക്ഔട്ട് ലെവൽ കിട്ടുക കാര്യങ്ങളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്കുള്ള ട്രേഡിനെയും നമുക്ക് പ്ലാൻ ചെയ്യാം. ബട്ട് ഇവിടുന്ന് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ഫ്രം ദിസ് ലെവൽ മാർക്കറ്റ് എന്താവും, ഒരു വോളറ്റൈലിറ്റി സോണായിട്ട് മാറും. കഴിഞ്ഞ 3 ദിവസമായിട്ട് നല്ല രീതിയിലുള്ള ട്രെൻഡ് കാണുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ വോളറ്റാലിറ്റി അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ സൈഡ് വേസ് മാർക്കറ്റ് അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു പോയിന്റിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ബാങ്കിൽ ഈ ഒരു 52,200 എന്നുള്ള പോയിന്റ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റാണ്. അതുപോലെ തന്നെയാണ് മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 52,350 എന്നുള്ള ഈ ഒരു പോയിന്റും. സോ ഈ ഒരു 2 റേഞ്ചിനെ വാച്ച് ചെയ്യുക. ഈ ഒരു 2 റേഞ്ചിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും നാളെ മാർക്കറ്റിൽ മൊമെൻറ്റം ഉണ്ടാവുക. സോ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നത് ഓഫ് കോഴ്സ് 52,000 എന്നുള്ള ലെവലിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ലെവലായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. ആ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ 52,000 ആൻഡ് അതുപോലെ തന്നെ 51,800 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. ഈ ഒരു ലെവലിൻ്റെ താഴെ പ്രോപ്പറായിട്ട് ഒരു 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ ഡൗൺ മൂവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നല്ല ഒരു ഷാർപ്പ് സെല്ലിങ്ങും നമുക്ക് അവിടെ കാണാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു 2 ലെവലിനെയും വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗണുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ 52,000 മാർക്കറ്റ് എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നു നോക്കാം. 52,000 അവിടെ വീക്ക്നെസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ ഡൗൺ മൂവിനെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം 1600 താഴെയാണോ HDFC എന്നുള്ള കാര്യം കൂടി ചുമ്മാ ഒന്ന് നോക്കിയേക്കുക. നല്ലൊരു ഷാർപ്പ് മൂവ് നമുക്കവിടെ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഇനി എന്താണ് നമ്മുടെ എക്സ്പയറി ഇൻസ്ട്രുമെൻറ്റ് നിഫ്റ്റി മിഡ്. സോ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് 12,435 എന്നുള്ള ഈ ഒരു പോയിന്റാണ് ലോവർ സൈഡിൽ വാച്ച് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ
12,465 എന്നുള്ള ലെവലിനെയാണ് അപ്പർ സൈഡിലും വാച്ച് ചെയ്യേണ്ടത്. സോ ഈ രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യുക. ഫസ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഇതിനെ വാച്ച് ചെയ്യാൻ പറ്റും. താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡൗൺ മൂവിലുള്ള സാധ്യത ഇവിടെയുണ്ട്. സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ HDFCയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ 1600 എന്നുള്ളത് തന്നെയാണ്. ബട്ട് ആസ് ഓഫ് നോ നമുക്ക് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 1620 എന്നുള്ള ഈ ഒരു പോയിന്റിനെ, ഈ ഒരു ലോയിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു മൂവ്മെന്റ്, അതായത് 1600 എന്നുള്ള ലെവൽ വരെ മാർക്കറ്റ് പിന്നെ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഫസ്റ്റ് ഈ ഒരു പോയിന്റിലായിരിക്കും മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ പോകുന്നത്. സോ ഈ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. ആൻഡ് ICICI ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഷാർപ്പ് ഫോൾ, അതായത് മാർക്കറ്റിൽ ആ ഒരു മോർണിംഗിനെ മൂവ് കഴിഞ്ഞിട്ട് ലോവർ ലെവൽ തന്നെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ടുള്ളത്. സോ ആസ് ഓഫ് നോ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെ തന്നെയാണ്, അതായത് 1230 എന്നുള്ള പോയിന്റാണ്. 1230 താഴെ വന്നു കഴിഞ്ഞാൽ അഗൈൻ ഒരു വീക്ക്നെസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. ആൻഡ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആസ് ഓഫ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ഈ ഒരു ലെവലാണ്. 1830 എന്നുള്ള ലെവലാണ്. 1830 താഴെ വന്നു കഴിഞ്ഞാൽ എഗൈൻ വീക്ക്നെസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് ആക്സിസ് ബാങ്കിലേക്ക് വന്നതാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഈ ഒരു ലെവലിലായിട്ട് 1310 എന്നുള്ള ലെവലിന് എടുക്കാം. 1310 എന്നുള്ള ലെവലിന് എടുക്കാം. 1310 താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു സെൽ ഓഫ് അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. ഇൻഫീൽ ചെറുതായിട്ട് കാര്യങ്ങൾ 1700 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. ആ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ഡൗൺ മൂവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് അതുപോലെ തന്നെ TCS നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള ഈ ഒരു ബേസ് ഉണ്ടല്ലോ 4160 എന്നുള്ള ലെവൽ, ആ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ഡൗൺ മൂവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ആസ് പെർ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3200 മുകളിലായിട്ടൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. ആൻഡ് താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം നമുക്ക് പിന്നെ 3180 എന്നുള്ള ഈ ഒരു ലെവലിൽ താഴത്തേക്കും ബ്രേക്ക് ഡൗണോ തരേണ്ടതുണ്ട്. സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് മറക്കാതെ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശവും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം. ബൈ.